മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. കണ്ണൂരിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആണെങ്കിലും ഇത്തവണ മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ പാർട്ടി നേതൃത്വത്തെ നിലപാട് അറിയിച്ചിരുന്നു. പക്ഷേ കണ്ണൂരെ ജയസാധ്യത കണക്കിലെടുക്കുമ്പോൾ സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം വരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. AICC നേതൃത്വം തന്നെ സുധാകരനോട് മത്സരിക്കാൻ നിർദ്ദേശിച്ചു എന്നതാണ്. എന്തായാലും സുധാകരന് മേൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു എന്ന വാർത്ത തന്നെയാണ് ഇതിൽ പ്രധാനമായും വരുന്ന കാര്യം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്താണ് ഈ സുധാകരന് മേൽ ഇത്ര സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യം? കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ലേ? സജിത്ത്, ഒരു സ്ഥാനാർത്ഥി പട്ടിക കണ്ണൂരിലേക്ക് വേണ്ടി മാത്രമായിട്ട് തയ്യാറാക്കിയിരുന്നു. പക്ഷേ ജയസാധ്യത കൂടുതൽ നിലവിലെ സിറ്റിംഗ് എം പിയും KPCC അധ്യക്ഷനുമായ കെ സുധാകരന് തന്നെയാണ് എന്ന കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം കെ സുധാകരനോട് വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തോട് പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ മത്സരിക്കണമെന്ന് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ കെ സുധാകരനോട് പറഞ്ഞതായാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. പക്ഷേ അക്കാര്യം അതിൽ അദ്ദേഹം അന്തിമമായ തീരുമാനം കെ സുധാകരൻ്റെത് തന്നെയാകും. അദ്ദേഹം നിലവിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ചർച്ചകൾ തുടരുന്നതേ ഉള്ളൂ എന്നാണ് അല്പസമയം മുമ്പ് നമുക്ക് KPCC നേതൃത്വവുമായി കെ സുധാകരന്റെ ഓഫീസുമായി ഒക്കെ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും അന്തിമമായ തീരുമാനം ഒരുപക്ഷെ പാർട്ടി ആവർത്തിച്ച അത്തരം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അതിന് വഴങ്ങാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത്തരത്തിൽ വലിയൊരു അഭിമാന പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ കണ്ണൂർ സീറ്റ് വളരെ നിർണായകമായി തന്നെയാണ് പാർട്ടി നേതൃത്വവും നോക്കിക്കാണുന്നത്. അവിടെ സുധാകരനെ മാറ്റി നിർത്തിയാൽ ജയസാധ്യതയുള്ള മറ്റൊരാൾ ആര് എന്നൊരു ചോദ്യം കഴിഞ്ഞ ഏതാനും നാളുകളായി ഉയരുന്നുണ്ടായിരുന്നു. അതിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ പാർട്ടി നേതൃത്വത്തിന് കഴിയാതിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് KPCC അധ്യക്ഷൻ സിറ്റിംഗ് എം പിയുമായ കെ സുധാകരൻ തന്നെ അവിടെ വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് നേതൃത്വം വീണ്ടും മുമ്പോട്ട് വച്ചിരിക്കുന്നത്. മത്സരിക്കാനില്ല എന്നുള്ളൊരു നിലപാടിൽ നിന്ന് മാറാനുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവുമായി കണക്ക് കൂട്ടുമ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒരു പ്രസ്റ്റീജ് പോരാട്ടത്തിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുകയാണ് എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ വരുമ്പോൾ മറ്റേതെങ്കിലും പേരുകളൊക്കെ പറഞ്ഞു കേട്ടിരുന്നോ? അതോ കണ്ണൂരുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ആ ചിത്രത്തിനകത്ത് കെ സുധാകരൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ കൂടെയാണോ KPCC നേതൃത്വം? അവരുടെ ചില യുവമുഖങ്ങൾ അടക്കം പരിഗണനാ പട്ടികയിലുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരാളെ പരിഗണിച്ചാൽ അത് മുതിർന്ന നേതാക്കൾക്കിടയിൽ തുടരുക. മാർട്ടിൻ ജോർജ്.